ഇതിപ്പോ നല്ല ചീത്ത പറഞ്ഞിട്ടാണല്ലോ അവളെ പറഞ്ഞു വിട്ടതെന്ന് ഓർത്ത് മത്തായിച്ചേട്ടൻ സമാധാനപ്പെടാ. സിനിമ വേണ്ട, നാടകം മതി എന്ന് പറഞ്ഞ് വീട്ടുകാരുമായിട്ട് വഴക്കുണ്ടാക്കി വന്ന പെണ്ണിനെ ഇടവും വലവും ഒന്ന് തെറി പറഞ്ഞ് ഓടിച്ചിട്ട് ഞാനിപ്പോ സമാധാനപ്പെടാണ്ടേ? എടാ, ഒരു പെണ്ണിന്റെ മുഖത്ത് നോക്കി ചീറ്റാടാ നിങ്ങളൊക്കെ പറഞ്ഞത് പട്ടികളെ. അല്ല, അതിപ്പോ ഞാൻ അതിപ്പോ ഇല്ല. അവളെ നീ ഇത്രയും ചീത്ത വിളിക്കുന്ന യാതൊരു കാര്യമില്ല. ഞാനും ചീത്ത വിളിച്ചു. ഒന്നും വിളിച്ചില്ലേ? നീ അവളെ ഗദ്ദെന്ന് വിളിച്ചില്ലേ? പിന്നെ കളിന്ന് വിളിച്ചില്ലേ? അത് ഞാൻ മാത്രമല്ല, മത്തായിച്ചെന്ന് വിളിച്ചില്ലേ? വിളിച്ചു, ഞാൻ വിളിച്ചു. എനിക്ക് അധികാരമാണ്, ഞാൻ വിളിച്ചു. കാരണം മാർക്ക് അടുപ്പിൽ പോകാൻ ഒരു പഴഞ്ചൊല്ലുണ്ട്. മത്തായിച്ചന്റെ അടുപ്പിൽ ആരെങ്കിലും എവിടെയാണെന്ന് വെച്ചാൽ തട്ടിക്കോ. അതേപോലെ അതൊക്കെ എന്റെ ആക്ടിങ്. നമുക്ക് ടൈമിംഗ് ഇല്ലാത്ത എന്റെ കുഴപ്പമാണോ? നമ്മൾ അടിക്കുമ്പോ ഇങ്ങനെ ചെയ്യണം. നമ്മൾ അടിക്കുമ്പോ മുഖം കൊണ്ടുവന്ന അടിക്കണം. അപ്പൊ നീ മലപ്പുറം എടുക്കാല്ല. നിനക്ക് മലപ്പുറമാണ് തോന്നി. അതാണ് ആക്ടിങ്. നിനക്കില്ലാത്ത ചുമ്മാ അല്ല. 10 രൂപ 24 നാടകം ബുക്ക് ചെയ്യും. പിന്നെ കൂടെ അഭിനയിക്കുന്നവർ അണപ്പല്ലടിച്ചിളക്കിയിട്ടല്ലേ നാടകം ബുക്ക് ചെയ്യുന്നത്. വാഷ് പീസിനോട് കട്ട ചോര കുത്തില്ല. കട്ട ചോര നന്നായി പോയി. നിന്റെ വൈഫൊന്നുമല്ലല്ലോ, പെങ്ങളൊന്നുമല്ലല്ലോ. ഇത്ര ജന്മമല്ല. എനിക്കൊരു തന്നമില്ല. അടുത്ത നാടകത്തിൽ വരെ നായിക ഉണ്ടായിക്കോണം. ഉണ്ടായിക്കോടാ. അവിടെ ഈ ഭൂമിയിലെ അവസാനത്ത് കഴിയുന്നുണ്ടല്ലോ വേറെ ഉണ്ടാകാതിരിക്കാൻ. മത്തായിച്ചേട്ടൻ അവൾക്ക് വരും 1000 എണ്ണത്തിനെ കൊണ്ടുവരും. 1000 എണ്ണത്തിനെ കൊണ്ടുവന്നിട്ട് നിന്റെ അപ്പൻ ചെല്ലിനോട് കൂടാ. ഒരെണ്ണത്തിനെ കൊണ്ടുപോകാം. ഒരെണ്ണത്തിന് അവിടെ പോയി അഭിനയിക്കാൻ കഴിയുന്ന ഒരെണ്ണത്തിനെ കൊണ്ടുപോകാം. ശരി, ഞാൻ ഈ വെല്ലുവിളി ഏറ്റെടുക്കുന്നു. ഇനി ഒരു നായികയെ കണ്ടെത്തിയിട്ടല്ലാതെ ഈ ഗോപാലകൃഷ്ണൻ വിശ്രമമില്ല. അപ്പൊ ഈ ജന്മത്തം വിശ്രമിക്കത്തില്ല. നീ എവിടെ പോണേ? കണക്കൊക്കെ കണക്കൊക്കെ ഞാൻ നോക്കിയോളാം. നീ അവിടെ പോയി കണ്ടോളാം. പിറ്റക്കാരി അറിയാതെ എന്താ നീ എന്താ പറഞ്ഞ? എന്നെ പിറ്റക്കാരി വിളിച്ചു. എന്നെ വിളിച്ചു. ഞാനാണ് വിളിച്ചു. ആണോ? അപ്പൊ പിന്നെ എന്നെ വിളിച്ചാൽ എന്നെ പറഞ്ഞ പറ്റുന്ന പോണേ. കലാസ്നേഹികളെ, അടുത്ത ബെല്ലോടുകൂടി നാടകം ആരംഭിക്കുക. ഉർവശിത്യത്തെ അഭിമാന പുരസ്സരം കാഴ്ചവെക്കുന്നു. വെളിച്ചം ദുഃഖമാണുണ്ണി, തമസല്ലോ സുഖപ്രദം. നാടകം തുടങ്ങാൻ ബെല്ലടിച്ചതല്ല. എന്നിട്ട് മണി 8 അവന്റെ നടിയെ കൊണ്ടുവരാനെന്ന് പറഞ്ഞ് കറുത്ത കണ്ണടയും ടൈയും കയ്യിലൊരു പെട്ടിയുമായിട്ട് അസ്തൽ കോമാളി വേഷം കെട്ടി ഇറങ്ങിയിട്ടുണ്ട്. അവനെ വിളിച്ചൊന്ന് പറഞ്ഞേര്. കണ്ട അലവലായ നടികളെ ഒന്നും വിളിച്ചോണ്ട് വരരുത്. ഒടുക്കൻ നായകനാകാൻ എന്നെ കിട്ടത്തില്ല. എന്നാൽ പിന്നെ കാര്യം ചെയ്യാം. നിനക്ക് വേണ്ടി ഞാൻ സുസ്ഥിരാസനെ കൊണ്ടുവരാം. അല്ലെങ്കിൽ വേണ്ട, ഐശ്വര്യമായി മതിയോ? ഒരൊണക്ക ത്രൂപ്പിന്റെ ഗ്രൂപ്പിനെ പറ്റി അല്ലെങ്കിൽ വേണ്ടിയല്ല. ഒരൊണക്ക നായകനായ നീ ഞാൻ കൊണ്ടുവരുന്ന നായികയെ വെച്ച് അഭിനയിച്ചാൽ മതി. ഓടാ മത്തായിച്ചേട്ടാ, ഒന്നിങ്ങോട്ട് നോക്കി. ഒരു പെണ്ണുണ്ട്, അഞ്ചടി പൊക്കം, മെലിഞ്ഞ ശരീരം, നല്ല വെളുത്തം, നീണ്ട മൂക്ക്, മനോഹരമായ കണ്ണുകൾ, ഇത്രയും മുടിയോ, അസലായിട്ട് പാടും, ഡാൻസ് ചെയ്യും, അഭിനയിക്കും. അങ്ങനെ എടുത്ത് മതിയോ? മതി, അത് മതി. ഇനിയൊന്നും ആലോചിക്കേണ്ട ഗോപാലകൃഷ്ണ. അവർക്ക് ചെയ്തേ എങ്കിൽ അങ്ങനത്തെ ഒരുത്തിയാണ് എന്റെ മനസ്സിലുള്ളത്. കിട്ടുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. കിട്ടും. ഇവരല്ലേ പോകുന്നത്. മിനിമം 3 എണ്ണത്തിനെങ്കിലും കിട്ടും. ഒരെണ്ണത്തിനെ നാടകത്തിൽ എടുത്തിട്ട് ബാക്കി 2 എണ്ണത്തിന് മത്തായിച്ചെടുക്കും. ഈ ചൂടുള്ള കാപ്പിയെ നോക്കിയിട്ടുണ്ടല്ലോ. ഒരു കോമഡി പറഞ്ഞാൽ മനസ്സിലാവില്ല. കൊള്ളാം. എവനാത് കൊള്ളാം. എന്താ പേര്? പൊന്നപ്പൻ. ഇതിനിടയ്ക്ക് അങ്ങനെ ഒരു സാധനം ഇറങ്ങിയോ? പൊന്നപ്പൻ എന്ന് പറഞ്ഞത് എന്റെ പേരാണ്, ഇതിന്റെ പേരല്ല. നീ പൊന്നപ്പനല്ലടാ, തങ്കപ്പൻ. തങ്കപ്പനല്ല, ഞാൻ പൊന്നപ്പനാണ്. ഡ്രൈവർ പൊന്നപ്പൻ. അത് പണ്ട്. ഇപ്പൊ നീ പൊന്നല്ലടാ, തങ്കമല്ലേ. താനി തങ്കം. ആശാൻ ഉർവശി തിയേറ്റേഴ്സ് എന്ന് കേട്ടിട്ടുണ്ടോ? കേൾക്കാം. ഉർവശി തിയേറ്റേഴ്സ് എന്നല്ല, ഇത് നീ പറയുന്നത് എന്തും ഞാൻ കേൾക്കാം. ഉർവശി തിയേറ്റേഴ്സിന്റെ ഓണറും പ്രധാന നടനുമൊക്കെയായ ഗോപാലകൃഷ്ണൻ സാർ എന്റെ കൂടെ വന്നിട്ടുണ്ട്. അദ്ദേഹത്തിനൊരു ചെറിയ കാര്യമുണ്ട്. ഇത് അതിനുവേണ്ടി കൊണ്ടുവന്നതാ. ആശാൻ അവർക്ക് തീർത്തു കൊടുക്കണം. അത്രയുള്ളൂ. ഇത് ഞാൻ തീർത്തു കൊടുക്കാം. ഒരു 10 മിനിറ്റ് കൊണ്ട് തീർത്തു കൊടുക്കാം. അയ്യോ, ഇത് തീർക്കുന്ന കാര്യമല്ല പറഞ്ഞത്. തീർക്കേണ്ട കാര്യം വേറെയാ. ഇത് വേറെയുണ്ടോ? എന്തായാലും കൊണ്ടുപോവാ. അയ്യോ, അതല്ല. സാർ പുറത്ത് നിൽക്കുന്നു. ഞാൻ ഇങ്ങോട്ട് വിളിച്ച് പരിചയപ്പെടുത്തണം. പിന്നെ നേരത്തെ കേട്ടിട്ടുണ്ടെന്ന് ഒന്ന് പറഞ്ഞേക്കണം. അത് ഞാനേക്കും ഇങ്ങോട്ട് വിളിച്ചോണ്ട് പോവാ. എന്തായി പറഞ്ഞു? കാര്യം നടക്കും. പറഞ്ഞില്ല, പക്ഷെ നടക്കും. പിന്നെ ഞാൻ അതിനെ പറ്റി കുറച്ച് ഇല്ലാത്തതൊക്കെ പറഞ്ഞിട്ടുണ്ട്. വെറുതെ പൊക്കി അടിക്കാൻ വേണ്ടി കയ്യിലിട്ട് കാണിച്ചു. നീ എന്തിനാ ഈ ആവശ്യമില്ലാത്ത കാര്യമൊക്കെ പറയാൻ പോകും? എന്താ പറഞ്ഞ് പിടിപ്പിച്ചിരിക്കുന്നത്? വേറൊന്നുമില്ല, അന്ന് ഉർവശി തിയേറ്റേഴ്സിന്റെ പ്രധാന നടനാണ്, ബെസ്റ്റ് നടനാണെന്നൊക്കെ വേണമെങ്കിൽ തിരുത്താം. ഒറ്റ നീക്കം വെച്ചു.
ഇതാ വലിയ ഇല്ലാത്തത് കൈ നിന്നിട്ട് കാച്ചു എന്നൊക്കെ പറഞ്ഞത്. ഇതൊന്നും ഇല്ലാത്തല്ല, ഉള്ളത് തന്നെ. ഞാൻ വെച്ച് നടന്നല്ല. സോറി. അതെന്നാ സോറി പറഞ്ഞത്? ആശാനെ, ഇതാണ് ഞാൻ പറഞ്ഞ ഗോപാലകൃഷ്ണൻ സാർ. നമസ്കാരം. നമസ്കാരം. അങ്ങോട്ട് ഇരുന്നാട്ട് ഏതൊക്കെയുള്ള ഇവരെ അറിയൂ? ഇവരാരാന്ന വിചാരം? ഇവരാണ് തങ്കപ്പൻ. തങ്കപ്പൻ? ആ തങ്കപ്പൻ. ഉർവശി തിയേറ്റേഴ്സ്, ഉർവശി തിയേറ്റേഴ്സ് എന്ന് കേട്ടിട്ടുണ്ടോ? അതിന്റെ ഓണറും പ്രധാന നടനൊക്കെയാ ഈ ഇരിക്കുന്ന തങ്കപ്പൻ. അയ്യോ ആശാനെ, ഞാൻ ഈ ഇരിക്കുന്ന ഗോപാലകൃഷ്ണൻ സാർ. ഇങ്ങനെ പറ്റിയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അപ്പൊ നീ ഏത് കൊണ്ടാരാ? ഞാൻ കൊല്ലപ്പൻ. ഓ കൊല്ലപ്പൻ. ഇതാണ് നീ പറഞ്ഞ ആള് തങ്കപ്പൻ. അയ്യോ തങ്കപ്പനല്ല, ഇത് ഗോപാലകൃഷ്ണൻ സാർ. ഓലകിട്ടാണ്. അപ്പൊ പിന്നെ തങ്കപ്പനോട് പോയി? എവിടെ പോയില്ല. ഈ നിൽക്കുന്ന ഞാൻ തന്നെയാണ് തങ്കപ്പൻ. എന്നെ തന്നെയാണ് ആശാൻ തങ്കപ്പൻ വിളിച്ചത്. ഞാൻ പൊന്നപ്പൻ, ഈ ഇരിക്കുന്നത് ഗോപാലകൃഷ്ണൻ സാർ. അപ്പൊ ഇതാണ് ഗോപാലകൃഷ്ണൻ. നീ പൊന്നപ്പനാണ് യഥാർത്ഥ പൊന്നപ്പ. ഈ ഇരിക്കുന്ന ഗോപാലകൃഷ്ണൻ ആരാണെന്നാണ് ചെയ്യാറ്? നീ ഉർവശി മതി 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 മതി. വടി വിഴുങ്ങിയതുപോലെ നിൽക്കാതെ വന്ന കാര്യം പറയണേ. ആശാനെ, സാറിന്റെ ഉർവശി തിയേറ്റേഴ്സിലേക്ക് ഒരു പെൺകുട്ടിയെ വേണമായിരുന്നു. നായികയാക്കാൻ പറ്റിയ ഒരു നല്ല പെൺകുട്ടി. സാറിന്റെ പരിചയത്തിൽ ഏതെങ്കിലും നടികളുണ്ടെങ്കിൽ? ഉണ്ട്, ഒരുപാടുണ്ട്. പക്ഷെ നടക്കൂല. അയ്യോ നടക്കൂല. നടക്കാൻ പോലും പറ്റൂല. ഒത്തിരി രാഷ്ട്രീയമുള്ളതാണ്. എന്ത് രാഷ്ട്രീയമുള്ളതാണെങ്കിലും നാടകത്തിലേക്ക് എന്ന് പറഞ്ഞാൽ ഒറ്റയൊരുക്കും വരികയില്ല. എല്ലാ സിനിമയിലേക്ക് കേട്ട് പോവില്ലേ? ബാക്കിയുള്ളത് സീരിയലിലേക്ക്. സീരിയൽ? അത് സീരിയലിലേക്ക് ഒരു എപ്പിഡോസിൽ അഭിനയിച്ച പോലെ ഒരു കൊല്ലം നാടകത്തിൽ മക്കളൊക്കെ വേണ്ടി ഇരട്ടി കിട്ടും. ആർക്ക് വേറെ നാടകം? അയ്യോ ആശാന്റെ നാടകത്തിലേക്കല്ല, സിനിമയിലേക്കാ. ഉർവശി തിയേറ്റേഴ്സിന്റെ നാടകം ഇപ്പൊ സാറ് സിനിമയാക്കുകയാണ്. ആ സിനിമയ്ക്ക് വേണ്ടിയാണ് നായിക. എന്നാ പറയണ്ടേ സാറേ? അല്ലേ സിനിമയ്ക്കാണെങ്കിൽ എത്ര എണ്ണത്തിന് വേണം? സാറ് എത്ര എണ്ണത്തിന് വേണം? ഈ ഗർഭാസിന് കൊണ്ട് തരും. സന്ധ്യാവേ, സന്ധ്യാവേ, ഇത് എവിടെ പോയി കിടക്കുക? നീ എന്തിനായി സിനിമയിലേക്കാണെന്നൊക്കെ പറയാൻ പോയി? പിന്നെ നാടകത്തിലാണെന്ന് പറഞ്ഞിട്ട് വരണോ? എന്നിട്ട് ഇപ്പോഴോ രണ്ട് താഴെ വരുന്നത് എവിടെ? സന്ധ്യാവും ആശാന്റെ കസ്റ്റഡി തന്നെയുള്ള പെണ്ണിട്ട് നല്ല ബെസ്റ്റ് പെണ്ണാവുന്ന കണ്ടിട്ടുണ്ട്. സന്ധ്യാവേ, സന്ധ്യാവേ. എന്തോ ആശാനെ, ആശാനെ വിളിച്ച അയ്യേ, ഇതാണ് നീ പറഞ്ഞ ബെസ്റ്റ് പെണ്ണ്. പുളു അടിക്കുന്നതിനും സോറി സോറി സോറി. എന്താണ് ആശാനെ? നീ പോയി എന്റെ ഷർട്ട് കൂടെ എടുത്തിട്ട് വേണ എന്റെ സിനിമയിലെടുത്ത്. ഈ നിൽക്കുന്ന സാറ എന്റെ സിനിമയിലെടുത്തത്. എന്താ ആശാനെ, എന്താ ആശാൻ പറഞ്ഞ എന്തെങ്കിലും ഒന്ന് തിരുമേലെടുത്ത് വൃത്തിയില പറയാതെ പോയി എന്റെ ഷർട്ട് കൂടെ എടുത്തിട്ട് വേണ. ഒരു പെണ്ണുണ്ട്, ഒരു പെണ്ണുണ്ട്. എന്റെ സ്നാപയോഹന എന്ന നാടകത്തിൽ നായികയായിട്ട് അഭിനയിച്ചൊരു പെണ്ണുണ്ട്. എന്താ അവരുടെ പേര്? ഫിലോമിന, കൽപ്പന. അതല്ല. പിടികിട്ടി പിടികിട്ടി. എഴുതോ എൽദോ അങ്ങനെ ഒരു പെണ്ണോ? പെണ്ണല്ലാണ്. അവനെന്റെ പഴയ ശിഷ്യന. അവനായിരിക്കുന്ന പെണ്ണെ കൊണ്ടെത്തുന്നത്. നമുക്ക് അവനെ പൊക്ക.